മന്ത്രി PA മുഹമ്മദ് റിയാസ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ പരാജയപ്പെടുമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട്. 45 വർഷമായി CPMനെ മാത്രം വിജയിപ്പിച്ച ബേപ്പൂരിൽ ഏകദേശം 3500 വോട്ടിന് UDF സ്ഥാനാർത്ഥി PV അൻവർ വിജയിക്കുമെന്നാണ് IB റിപ്പോർട്ടിന്റെ വെളിപ്പെടുത്തൽ. ബേപ്പൂരിൽ ഉൾപ്പെടെ CPM വോട്ടുകളിൽ വലിയ തോതിൽ ചോർച്ചയുണ്ടായെന്നാണ് IBയുടെ കണ്ടെത്തൽ. അതേസമയം LDF കൺവീനർ TP രാമകൃഷ്ണൻ മത്സരിക്കുന്ന പേരാമ്പ്രയിൽ ശക്തമായ വർഗീയ ധ്രുവീകരണം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരെ ഒരു വിഭാഗം സംഘപരിവാർ വോട്ടുകൾ വരെ ഏകീകരിക്കാൻ TP രാമകൃഷ്ണന് സാധിച്ചതായാണ് റിപ്പോർട്ട്. BJP വോട്ട് മറിക്കുമെന്ന ആരോപണം നേരത്തെ UDF ഉയർത്തിയിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് IB റിപ്പോർട്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂർ, പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന പറവൂർ, RMP നേതാവ് KK രമ മത്സരിക്കുന്ന വടകര എന്നിവിടങ്ങളിലും ഒരു വിഭാഗം BJP വോട്ടുകൾ LDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടുവെന്ന റിപ്പോർട്ടാണ് IB നൽകിയത്. തൃക്കരിപ്പൂർ, കൂത്തുപറമ്പ്, സുൽത്താൻ ബത്തേരി, തിരുവമ്പാടി, വേങ്ങര, തൃത്താല, കളമശ്ശേരി, കൊച്ചി, തൃപ്പൂണിത്തുറ, പീരുമേട്, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, ഹരിപ്പാട്, കായംകുളം, ചെങ്ങന്നൂർ, റാന്നി, അടൂർ, പത്തനാപുരം, കൊട്ടാരക്കര തുടങ്ങിയ മണ്ഡലങ്ങളെ പേരെടുത്ത് പരാമർശിച്ചാണ് BJP കേഡർ വോട്ട് LDFിലേക്ക് മറിഞ്ഞു എന്ന് IB റിപ്പോർട്ട് നൽകുന്നത്. എന്നാൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിലുണ്ടായ ധ്രുവീകരണവും ഭരണവിരുദ്ധ വികാരവും CPMൽ നിന്നുള്ള വോട്ട് ചോർച്ചയും ചൂണ്ടിക്കാട്ടി. BJP വോട്ട് മറിച്ചാലും ഈ മണ്ഡലങ്ങളിൽ LDFന് ജയസാധ്യതയില്ലെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നത്. പയ്യന്നൂർ, തളിപ്പറമ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, ബാലുശ്ശേരി, എലത്തൂർ, ബേപ്പൂർ, പൊന്നാനി, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ, നെന്മാറ, കുന്നംകുളം, മണലൂർ, ഇരിങ്ങാലക്കുട, വൈപ്പിൻ, കുന്നത്തുനാട്, കോതമംഗലം, ഉടുമ്പൻചോല, ഇടുക്കി, കോട്ടയം, അമ്പലപ്പുഴ, ആലപ്പുഴ, ചെങ്ങന്നൂർ, കുട്ടനാട്, ആറന്മുള, കരുനാഗപ്പള്ളി, ചവറ, കൊട്ടാരക്കര, കുണ്ടറ, വർക്കല, നെടുമങ്ങാട്, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, അരുവിക്കര, പാറശാല, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളിൽ CPMൽ നിന്ന് വലിയ തോതിൽ വോട്ട് ചോർച്ചയുണ്ടായതാണ് IB കണക്കാക്കുന്നത്. ഇതിൽ സിംഹഭാഗവും UDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടെന്നും വിലയിരുത്തലുണ്ട്.